ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ മുമ്പ് പറഞ്ഞ രണ്ടാം ഭാഗത്തേക്കാണ് കടന്നു വരുന്നത്. ബൈബിൾ വായിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ ഇടയായി തീർന്നു എന്നാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഇതെല്ലാം ശരിയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മാറ്റം വേണം. അങ്ങനെ മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ നിന്നിൽ വിശ്വസിക്കാം, സത്യമാണെന്ന് ഞാനത് അംഗീകരിക്കാം എന്നോട്. അന്ന് വൈകിട്ട് ഒരല്പം കുടിക്കാനായിട്ട് ഇങ്ങനെ തോന്നി, എനിക്ക് മദ്യപിക്കണം എന്നിങ്ങനെ തോന്നി. മദ്യഷാപ്പിൽ പോയി മദ്യം വാങ്ങിച്ച് ടേബിളിന്റെ പുറത്ത് വെച്ചു. കുടിക്കാനായിട്ട് കഴിയാതെ എന്തോ ഒരു അസ്വസ്ഥത മനസ്സിലിങ്ങനെ. പല പ്രാവശ്യം ഇങ്ങനെ മദ്യം എടുത്തു, ടേബിളിൽ വീണ്ടും വെച്ചു, വീണ്ടും എടുത്തു. കുടിക്കാനായിട്ട് എടുക്കുമ്പോൾ എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ ചിന്ത വരിക. അങ്ങനെ പല പ്രാവശ്യമായി എടുത്തു വെച്ചു. കുടിക്കാൻ കഴിയാതെ മദ്യം അവിടെ വെച്ചുകൊണ്ട് തന്നെ തിരിച്ചു വരിക. എന്നോട് ആരോ പറയുന്നതായിട്ട് തോന്നുകയാണ്, ഇനി നിനക്ക് ഇതിന്റെ ആവശ്യമില്ല, ഇനി മദ്യത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ നിനക്ക് ജീവിക്കാനായിട്ട് കഴിയും എന്നോട് ആരോ എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് ഇങ്ങനെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ്. അന്ന് ചെയിൻ സ്മോക്കിംഗ് ആണ്. ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു. എത്ര കത്തിച്ചിട്ട് തീപ്പെട്ടി കത്തുന്നില്ല. ഞാൻ അറിയാതെ തന്നെ രണ്ടും കൂടെ ചുറ്റി മടക്കി രണ്ട് ഭാഗത്തേക്ക് അങ്ങ് എറിഞ്ഞു. എറിഞ്ഞതിന് ശേഷമാണ് ഓർക്കുന്നത്, അയ്യോ, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണല്ലോ അത് എന്ന്. അന്ന് എങ്ങനെ നേരെന്ത് ചെയ്തു, വീട്ടിൽ പോയി അങ്ങനെ കിടന്നുറങ്ങി. പിറ്റേന്ന് ഒരു ഉച്ച സമയമായപ്പോൾ, സാധാരണ ഇങ്ങനെ കോഴിക്കോട് പോകുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്ക്. കോഴിക്കോടേക്ക് പോവുകയാണ്. കോഴിക്കോട് ബീച്ചുണ്ട്, അവിടെ പോയൊക്കെ കുറെ ഇരിക്കും. അങ്ങനെ വൈകുന്നേരം തിരിച്ച് വീട്ടിൽ പോകും. അങ്ങനെ കോഴിക്കോട് പോയി ബീച്ചിൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു ക്രിസ്തീയ പള്ളിയില് എന്തോ ഒരു മീറ്റിംഗ് നടക്കുന്നതായിട്ട് തോന്നി. വലിയൊരു ബാനറൊക്കെ വെച്ചിട്ടുണ്ട്. പ്രസംഗിക്കുന്നത് ഡോക്ടർ മുരളീധരൻ എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇത് ക്രിസ്തീയ ചർച്ചാണ്, പ്രസംഗിക്കുന്ന ഒരു ഹിന്ദുവായ വ്യക്തി, അവൾ എന്തായിരിക്കും പ്രസംഗിക്കുക? എന്റെ മനസ്സിൽ അപ്പോ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ സമയമാണ്. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 6 മണിക്കാണ്. ഇയാള് പറഞ്ഞൊന്ന് കേൾക്കാലോ എന്ന് വിചാരിച്ച് നേരെ ഒരു 6 മണിയായപ്പോ വന്നു. ചില ആൾക്കാർ മാത്രമേ വന്നുള്ളൂ. കസേര കിടക്കുന്നു, കസേരയിൽ ഞാൻ ഇരിപ്പ് ഉറപ്പിച്ചു. പാട്ടൊക്കെ തുടങ്ങി, പാട്ടും പ്രാർത്ഥന തുടങ്ങി. ഇദ്ദേഹം പ്രസംഗിക്കാനായിട്ട് എഴുന്നേറ്റു. ഡോക്ടർ മുരളീധരൻ അദ്ദേഹം യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. അദ്ദേഹം എന്നോടാണോ സംസാരിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരാൻ തുടങ്ങി. പാപിയായ എന്നോടാണോ സംസാരിക്കുന്നത് എന്നീ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം കുറെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. ലാസ്റ്റ് പ്രസംഗമൊക്കെ അവസാനിപ്പിച്ച് പല ആൾക്കാരെയും മുന്നിലോട്ട് വിളിച്ചു, പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അതുവരെ ഞാൻ അവിടെ തന്നെ ഇരുന്നു. എല്ലാവരും പോകുന്നത് വരെ ഞാൻ അനങ്ങാതെ അവിടെ ഇരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴേ ഞാൻ ഡോക്ടർ മുരളീധരനെ കാണാനായിട്ട് സ്റ്റേജിൽ അവിടെ പോയി. ഞാൻ പറഞ്ഞു, എനിക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാനൊരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടതായ ഒരു വ്യക്തിയാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, ബ്രദറ് എന്നോട് കുറെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോഴേക്കും പാസ്റ്റർ വന്നു. പാസ്റ്റർ വന്നവർ എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു 3 ദിവസ കൺവെൻഷൻ ഇന്ന് ആരംഭിച്ചതാണ്,
ബ്രദറിന് കേൾക്കാനുള്ള താല്പര്യമാണെങ്കിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി തരാം, ഭക്ഷണം ബ്രദറിന് ഇവിടുന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന് ഡ്രസ്സ് എടുത്ത് 2 ദിവസം താമസിക്കാനുള്ള വസ്ത്രമൊക്കെ എടുത്ത് ഞാൻ തിരിച്ചു പോയി. ഈ 2 ദിവസം പകലും വൈകുന്നേരവും യേശുക്രിസ്തുവിൽ കൂടെയുള്ളതായ ആത്മരക്ഷ, മനുഷ്യന്റെ പാപാവസ്ഥ, എന്തുകൊണ്ട് മനുഷ്യനെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു, എങ്ങനെയാണ് സ്വസ്ഥതയും സമാധാനം മനുഷ്യന് കിട്ടുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഉള്ളതായ കാര്യങ്ങൾ രണ്ടുപേരും, പാസ്റ്ററും ഡോക്ടർ മുരളീധരനും കൂടെ എനിക്ക് യഥാർത്ഥമായി ബോധ്യപ്പെടുത്തി തരാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ 1985 തുടങ്ങിയ പഠനം 1987 കർത്താവായ യേശുക്രിസ്തുവിൽ കൂടിയാണ് യഥാർത്ഥമായ രക്ഷ. യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. കർത്താവായ യേശുക്രിസ്തു പറയുന്നു മറ്റൊരുവനിലും രക്ഷയില്ല. കർത്താവ് ബൈബിളിൽ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയില് മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിനെങ്കിലും മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല എന്നുള്ള വ്യക്തമായ ആലോചനയും കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ഒരു മനുഷ്യനും ദൈവരാജ്യത്തിൽ എത്താനായിട്ട് പറ്റിയില്ല എന്നുള്ളത് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടായി. മനുഷ്യനെല്ലാവരും പാപിയാണ്. മുഹമ്മദ് നബി പോലും പാപിയാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യവും പിന്നീടും പാപം ചെയ്തു. എന്നാൽ പാപം ചെയ്യാത്ത ഒരേ ഒരു വ്യക്തി ഖുർആനിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും യേശുക്രിസ്തു മാത്രമാണെന്നുള്ള ആ ബോധ്യം എനിക്ക് ബൈബിളിലൂടെയും ഖുർആനിലൂടെ ലഭിച്ചു എന്നുള്ളത്. ആരെ രക്ഷിക്കാനായിട്ട് അള്ളാഹുവിനോ മുഹമ്മദിനോ സാധിച്ചില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അതുമാത്രമല്ല, അനേക വ്യക്തികളുടെ പാപം കർത്താവായ യേശുക്രിസ്തു മോചിച്ചു കൊടുക്കുന്നതായിട്ട് ബൈബിളിലൂടെ എനിക്ക് കഴിഞ്ഞു. ഇന്ന് അള്ളാഹു ആകട്ടെ മുഹമ്മദ് ആകട്ടെ ആരുടെയും പാപം മോചിച്ചു കൊടുത്തതായിട്ട് കാണാൻ കഴിയുന്നു. അനേക പിശാച് ബാധിതരെ യേശു കർത്താവ് പുറത്താക്കി. എന്നാൽ 8 മാസത്തോളം രോഗിയായി, പിശാച് ബാധിതനായി, സുബോധമില്ലാത്തവനായി, പറയാത്ത കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളും പറയാനും ചെയ്യാനും തുടങ്ങിയതായിട്ട് ഹദീസുകളിൽ വളരെ വ്യക്തമായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ അള്ളാഹുവിനോ മുഹമ്മദിനോ സാധ്യമല്ലെന്നാൽ യേശുക്രിസ്തുവിന് അത് സാധ്യമാണെന്നുള്ള ആയ ബോധ്യം എനിക്ക് ലഭിച്ചതിന്റെ പേരില് യേശുവാണ് കർത്താവ് രക്ഷകൻ എന്ന് മനസ്സിലാക്കി യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ തക്കവണ്ണം എനിക്കിടയായി. എൻ്റെ ബൈബിളും ഖുർആനുമുള്ള പഠനം ഏകദേശം 2 വർഷത്തോളം നീണ്ടു നിന്നതിന്റെ ഫലമായാണ് ഞാനിത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ, മറ്റൊരുവനിൽ രക്ഷയില്ല, രക്ഷിക്കാൻ കഴിയാത്ത ദൈവങ്ങളാണെന്നുള്ള ബോധ്യം എനിക്ക് ലഭിച്ചു. എൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടി, സമാധാനം ലഭിച്ചു, മധ്യത്തിലുള്ളത് ആ മോക്ഷം എനിക്ക് ലഭിച്ചു. ജീവിതത്തിൽ സ്വസ്ഥത കിട്ടി, സമാധാനം കിട്ടി, യഥാർത്ഥമായി ഒരു പുതിയൊരു മനുഷ്യനായി മാറാൻ എനിക്കിടയായി തീർന്നു. ഞാനത് കഴിഞ്ഞ് വീട്ടിലെത്തി. എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം മാറിക്കഴിഞ്ഞപ്പോഴേ വീട്ടുകാരും എൻ്റെ കൂട്ടുകാരൊക്കെ ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് അരിക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്? എൻ്റെ വല്യമ്മ പലയിടം പുണ്യസ്ഥലങ്ങളിലൂടെ കൊണ്ടുപോയിട്ടില്ല, എന്നിട്ടൊരു മാറ്റം കിട്ടാതെ എനിക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ മദ്യം കഴിക്കാൻ വരുന്നില്ല, ഒന്നും വരാതിരിക്കുന്ന എന്തുകൊണ്ടാണ്? അപ്പൊ എൻ്റെ കൂട്ടുകാരെല്ലാം വീട്ടിൽ വന്ന് ചോദിച്ചു, എന്തുകൊണ്ടാ? ഞാൻ എവിടെയും പുറത്തിറങ്ങുന്നില്ല, ഞാൻ ബൈബിള് വായിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ എൻ്റെ റൂമുണ്ട്, അതിനകത്തിരിക്കും, പുറത്തൊന്നും പോകുന്നില്ല. പള്ളിയിൽ പോകുന്നത് 2, 3, 4 ഒക്കെ ബസ് കയറിയ, നേരിട്ട് കോഴിക്കോട്ടേക്ക് ബസ്സുണ്ട്.
പക്ഷേ നേരിട്ട് കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. വളരെ കേട്ട് കാണുമായിരിക്കും. റവറൻഡ് കെ അലുവി അച്ഛൻ എന്ന് പറയും. അദ്ദേഹം മഞ്ചേരിയിലാണ്. ഞങ്ങൾ തൊട്ടടുത്ത വീടാണ്. ഞങ്ങൾ തമ്മിൽ ഒരു ഏകദേശം ഒരു 25 മീറ്റർ ദൂരേ ഉള്ളൂ, ഞാനും അദ്ദേഹത്തിന്റെ വീടും തമ്മിൽ. അദ്ദേഹം ചെറുപ്രായത്തിൽ ക്രിസ്ത്യാനി ആയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കാല് അടിച്ചൊടിച്ചായിരുന്നു. കാല് ഒടിച്ചൊടിച്ച് ചങ്ങലക്കിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ വീടും തമ്മിൽ കുറച്ച് ഉയരമുണ്ട്. അവിടുന്ന് അദ്ദേഹം ഇങ്ങനെ അങ്ങ് വരും. വീട്ടിൽ നിന്നും ഭക്ഷണം കൊടുക്കൽ എൻ്റെ വല്യമ്മയാണ് ഭക്ഷണം കൊടുക്കുക, ക്രിസ്ത്യാനി എൻ്റെ പേരിൽ. അദ്ദേഹത്തെ ചങ്ങല കിട്ടത് കൊണ്ട് ആ 2 ചങ്ങല ഇങ്ങനെ പൊക്കി, ഒരു കാലുകൊണ്ട് അടിച്ചൊടിച്ചത് കൊണ്ട് ഒരു കാലുകൊണ്ട് നടക്കാൻ വയ്യാതെ കുറച്ച് ഇറക്കമായത് കൊണ്ട് ഇങ്ങനെ അദ്ദേഹം ചാടി ചാടി വരുമ്പോ ഇങ്ങനെ ചങ്ങല ഇങ്ങനെ കിളിങ്ങും. ചങ്ങല കിളിങ്ങുമ്പോ ഞാനും എൻ്റെ പെങ്ങളും കൂടെ പേടിച്ച് ഓടി കട്ടിലിന്റെ ചോട്ടിൽ കിടക്കും. ക്രിസ്ത്യാനിയായിട്ടാണ് അദ്ദേഹത്തിന് സംഭവിച്ചതൊന്നും വാസ്തവത്തിൽ ചെറുപ്രായത്തിൽ അറിയത്തില്ലായിരുന്നു. ചങ്ങലക്കിടുന്ന ഭ്രാന്തന്മാരല്ലേ. അദ്ദേഹം ഒരു ഭ്രാന്തനായിട്ടാണ് ചങ്ങലക്കിട്ടിരിക്കുന്നത് എന്നുള്ള ചിന്തയാണ്. ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച വ്യക്തി ആയ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടിയതുപോലെയുള്ള ശിക്ഷ എനിക്കും കിട്ടുമല്ലോ എന്ന് ഭയപ്പെട്ട് ഞാൻ എന്ത് ചെയ്യും, ആദ്യ ഒരു ബസ്സിന് മലപ്പുറത്തേക്ക് കയറും. മലപ്പുറത്ത് നിന്ന് കുണ്ടോട്ടി ചെന്നിറങ്ങും. അവിടുന്ന് നേരെ കയറി മറ്റേ ഫറൂഖിലോ രാമനാട്ട് വരെ ഇറങ്ങും. അവിടുന്ന് ബസ് കയറി നേരെ കോഴിക്കോട് ഇറങ്ങും, കോഴിക്കോട് ടൗണിൽ. എന്നിട്ട് ഒരു ആഴ്ച പോയ പള്ളിയിൽ അടുത്ത ആഴ്ച പോകുന്നില്ല, കാരണം പേടിയായിരുന്നു. അധികം താമസിയാതെ തന്നെ ഞാൻ ക്രിസ്തീയ പള്ളിയിലാണ് പോകുന്നത് എന്ന് നാട്ടുകാരൊക്കെ മനസ്സിലാക്കി. കൂട്ടുകാരൊക്കെ വന്നു. എന്തുകൊണ്ടാണ് അലി നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായതെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, നീ ക്രിസ്ത്യാനിയാണ് എന്ന്. അങ്ങനെ പള്ളിയിലെ പുരോഹിതൻ വന്നു. പുരോഹിതൻ വന്നിട്ട് പറഞ്ഞു, നീ ക്രിസ്ത്യാനിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ക്രിസ്തീയ പള്ളിയിലൊക്കെ പോകാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഞാനിപ്പോൾ മദ്യം കഴിക്കുന്നില്ല. അങ്ങനെ ക്രിസ്തീയ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായത്. ഞാൻ വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല. അങ്ങനെ അദ്ദേഹം ഒരൊറ്റ അടിയായിരുന്നു. അടിച്ചടിയിൽ വാസ്തവത്തില് എനിക്ക് ദേഷ്യം വന്നു. തിരിച്ചടിക്കാനായിട്ട് കൈ ഞാനങ്ങ് ഉയർത്തിയപ്പോ ക്രൂസിൽ കിടന്നുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എൻ്റെ മനസ്സിലേക്ക് വന്നു. ഇവർ ചെയ്യുന്ന എന്താണെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം എന്നുള്ള ആ പ്രാർത്ഥന എൻ്റെ മനസ്സിലേക്കും കടന്നു വരിക. അടിക്കാനായിട്ട് ഉയർത്തിയ കൈ അപ്പോൾ തന്നെ ഞാൻ അതിന്റെ താഴെ ഇട്ടു. ഈ പുരോഹിതൻ എന്നെ വളരെ ശാസിച്ച് ഉള്ള തെറിയൊക്കെ പറഞ്ഞ് പ്രാഗി അദ്ദേഹം കടന്നുപോയി. ആ വെള്ളിയാഴ്ച ദിവസം എനിക്ക് വേണ്ടിയായിരുന്നു. ഞാനിങ്ങനെ ക്രിസ്ത്യാനിയായി, കെ അലുവി ക്രിസ്ത്യാനിയായി. ഇപ്പോൾ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചതുപോലെ അലിയും കുറച്ച് കഴിയുമ്പോൾ മുഹമ്മദിനെതിരായും ഖുർആനെതിരായും അള്ളാഹുവിനെതിരായിട്ടൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങും. അതുകൊണ്ട് മുളയും തന്നെ നുള്ളണം എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലണം എന്നുള്ള ഫത്വ അവിടുന്ന് ഇറങ്ങി. ഇസ്ലാമിനെയും ഇസ്ലാം സമൂഹത്തെയും വിട്ടുപോകുന്നവനെയും കൊല്ലണം, കൊല്ലുന്നവർക്ക് സ്വർഗം കിട്ടും എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ് വാസ്തവ ഇസ്ലാം എന്ന് പറയുന്നത്. അവിടുന്ന് ഇറങ്ങി എന്നെ കൊല്ലണം എന്നുള്ളൊരു ചിന്ത. ഇത് മനസ്സിലാക്കി ഞാൻ അങ്ങ് ഓടിപ്പോയി. കുറച്ചു കാലം പെരുമ്പാവൂരുള്ള പിനിയൽ ബൈബിൾ സെമിനാരി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു പിന്നീട് താമസിച്ചത്. ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് കുറച്ച് ബൈബിളൊക്കെ പഠിച്ചു. തിരിച്ചു വന്നു. വീട്ടിൽ പോയപ്പോൾ ഇവരിതൊക്കെ മറന്നു കാണുന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ഇസ്ലാമിൽ ഒരാൾ വിട്ടുപോയാൽ ഒരിക്കലും അവർ മറക്കുകയില്ല. അങ്ങനെ എൻ്റെ 2 അമ്മാവന്മാർ വീട്ടിൽ വന്നു. എന്നോട് ചോദിച്ചു, നീ ക്രിസ്ത്യാനിയായി എന്നാണ് പറയുന്നത് കേൾക്കുന്ന എല്ലാവരും. ഇത് നമ്മളുടെ മതത്തിന് അപമാനമാണ്.
നീ വീണ്ടും പൊന്നാനിയിൽ പോണം, എന്നിട്ട് ക്രിസ്ത്യാനിത്വം തള്ളിക്കളഞ്ഞ് ഷഹാദത്ത് കലിമ വിശ്വാസ പ്രമാണം നീ ചെല്ലണം എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഒരിക്കലും നടക്കുകയില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി. ഞാൻ മദ്യപിച്ച് അവിടെ ഇവിടെയൊക്കെ കിടന്നപ്പോ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ ഓടിയപ്പോൾ നീ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊന്നും നിങ്ങൾ ചോദിക്കാൻ വന്നില്ലല്ലോ. ഇപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായപ്പോഴാണോ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായതെന്ന് ചോദിച്ചു. അതോടുകൂടെ വേറൊരു അമ്മാവനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേറൊരു അമ്മാവൻ ഒറ്റ ചവിട്ടാണ്. നാവിക്കായിരുന്നു ചവിട്ട് കിട്ടിയത്. അപ്പൊ തന്നെ താഴെ വീണു ഞാൻ. ഇതോടുകൂടെ പ്രാഗി ശപിച്ച് അവരം കടന്നുപോയി. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നു. ശ്വാസം കിട്ടുന്നില്ല. എഴുന്നേറ്റ് മൂത്രമൊഴിക്കണം തോന്നി. മൂത്രമൊഴിക്കാനായിട്ട് പോയിരുന്നു. മൂത്രം വരുന്നില്ല. കുറേശ്ശെ കുറച്ചും കൂടെ ഇങ്ങനെ കഴിഞ്ഞപ്പോ അല്പം ബ്ലഡ് ഇങ്ങനെ അങ്ങ് വരാൻ തുടങ്ങി. മൂത്രമൊഴിക്കണം. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോ കൂടുതൽ വരാൻ തുടങ്ങി. ടവലെടുത്ത് ആ ഭാഗം മുറുക്കി കെട്ടി. ചില സഹോദരന്മാരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരെന്നെ അവിടെ നേരെ സഹോദരന്മാരെ അടുത്ത് ചെന്നു. അവരെന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് ഏൽപ്പിച്ചു. 4 ദിവസം അവിടെ കിടന്നിട്ട് യാതൊരുവിധ മാറ്റം ഉണ്ടാകുന്നില്ല. അങ്ങനെ അവിടുത്തെ സെമിനാരിയിൽ സ്റ്റുഡൻസിനെ ചില ആൾക്കാരെയും കൂട്ടി നേരെ എന്നെ കോഴിക്കോട് കൊണ്ടുവന്നു. കോഴിക്കോട് ചർച്ചിന്റെ കെയർ ഓഫിൽ എന്നെ അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ അഡ്മിറ്റ് ചെയ്തു. ചില നാളുകൾ കടന്നു. യാതൊരുവിധ മാറ്റം ഉണ്ടാവുന്നില്ല. ഇതിങ്ങനെ കൂടുതലാവുകയാണ്. ഇതോടുകൂടെ എന്നെ 2 പേര് താങ്ങിയിട്ടല്ലാതെ എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിട്ട് വിധി എഴുതി. ഇനി ഞാൻ ജീവിക്കില്ല, അലി മരിക്കും. കാരണം ബ്ലഡൊക്കെ പോയിരിക്കുകയാണ്, സ്വസ്ഥതയില്ല, ഏതായാലും മരിക്കാനായിട്ട് ഒരുങ്ങുക. ഇതിങ്ങനെ രഹസ്യമായിട്ട് പറയുന്നത് വാസ്തവത്തിൽ കേട്ടു ഞാൻ. ഒരു വഴിയില്ല, മരണം ഉറപ്പാണെന്നുള്ള ഒരു ചിന്ത. അന്ന് രാത്രിയില് ബെഡിൽ നിന്ന് നേരെ ബെഡ്ഷീറ്റ് താഴെ ഇട്ടു. അപ്പോഴേക്കിനൊക്കെ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കിടക്കുന്നൊക്കെ മുസ്ലിങ്ങളായിരുന്നു. ഇവൻ മുസ്ലിം ആയിരുന്നു, ക്രിസ്ത്യാനിയായി. നാട്ടുകാരും വീട്ടുകാരൊക്കെ അടിച്ച് കൊത്തി ഈ കോലത്തിലായി എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാനും നിന്ദിക്കാനും തുടങ്ങി. അതിൻ്റെ ഇടയിൽ സാത്താൻ ചോദിക്കുക, നീ കറുത്ത പുസ്തകം എടുത്തുകൊണ്ടല്ലേ ഇത്രമാത്രം കഷ്ടപ്പാടും ദുഃഖവും വേദനയും അടിയൊക്കെ കിട്ടേണ്ടി വന്നത്? നിങ്ങനെ അനുഭവിക്കണം എന്നൊരു ഭാഗത്ത് എന്നോട് ഇങ്ങനെ ആരോ പറയുന്നത് പോലെ തോന്നുക. നേരെ എന്ത് ചെയ്തു? ബെഡ്ഷീറ്റ് എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാനെന്നറിയില്ല. 2 കാര്യം പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ എന്നെ സൗഖ്യമാക്കണം, അല്ലെങ്കിൽ എൻ്റെ ജീവൻ അങ്ങ് എടുക്കണം. അങ്ങനെ അനേകരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഈ പ്രാർത്ഥന കേട്ടതോടുകൂടെ മുസ്ലിങ്ങള് വീണ്ടും കൂടി വട്ടം കൂടിയിട്ട് പറഞ്ഞു, അപ്പൊ ഇവന് ഭ്രാന്തായി, അതുകൊണ്ടാണ് ഈ പെറുപിറുക്കുന്നത്. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ ഹൃദയം പൊട്ടാൻ തുടങ്ങാൻ. കർത്താവിനോട് പറഞ്ഞു, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും പിതാവിലും വിശ്വസിക്കുക. അതിങ്ങനെ എൻ്റെ വീണ്ടും വരാനും തുടങ്ങി. എൻ്റെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും പിതാവിലും വിശ്വസിക്കുക എന്നുള്ള വായിച്ചതായ ഭാഗം എൻ്റെ മനസ്സിലിങ്ങനെ വീണ്ടും വരാൻ തുടങ്ങി. എത്ര മിനിറ്റോളം അങ്ങനെ ഇരുന്നു എന്നറിയില്ല. ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവെ, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ കൊല്ലും, നാളെ രാവിലെ എന്നെ ഡിസ്ചാർജ് ചെയ്യുക, ഞാൻ എന്ത് ചെയ്യണമെന്നറിയില്ല, പോയി കിടക്കാനൊന്നും എനിക്ക് സ്ഥലമില്ല, എവിടെ പോയി കിടക്കും? 2 പേരെ എഴുന്നേൽപ്പിച്ചല്ലാതെ 2 പേരും താങ്ങിയിട്ടല്ലാതെ എനിക്ക് എഴുന്നേറ്റ് നടക്കാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. എന്നെ രക്ഷിക്കണമേ കർത്താവേ എന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഒരു നേളിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരിക. നേളിന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട്
എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? ഞാൻ പറഞ്ഞു, എന്നെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പോവുകയാണ് നാളെ. എനിക്കിപ്പോ എഴുന്നേൽക്കാനായിട്ട് പറ്റുന്നില്ല. ഡിസ്ചാർജ് ചെയ്താൽ ഞാൻ എവിടെ പോയി കിടക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ എന്റെ ജീവനെ എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് സൗഖ്യം തരണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാണ്, എഴുന്നേൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്ക് എഴുന്നേൽക്കാൻ അറിയില്ല, എഴുന്നേൽക്കാൻ കഴിയത്തില്ല, ആരെങ്കിലും താങ്ങിയെങ്കിലും എഴുന്നേൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എഴുന്നേൽക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുകയില്ല. എന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, എഴുന്നേൽക്കെന്ന് പറഞ്ഞു. ഞാൻ നേരെ എന്റെ കയ്യങ്ങ് പിടിച്ച് കർത്താവ് അങ്ങ് എഴുന്നേൽപ്പിച്ചു. ഞാനങ്ങ് ചാടി എഴുന്നേറ്റ് അവിടെ കിടന്ന് ചാടി കളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കിനും ഭയങ്കര ബഹളമായി അവിടെ. ഡോക്ടർമാര്, നേഴ്സുമാരെല്ലാം ഓടിയെത്തി. എൻ്റെ അപ്പുറത്ത് കിടക്കുന്നൊക്കെ ഓടിയെത്തി. കാരണം 2 പേര് താങ്ങാതെ എഴുന്നേൽക്കാൻ കഴിയാത്ത ഞാൻ ഇതാ ചാടി കളിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ കിടന്നിട്ട്. അപ്പോഴും ഓടിയെത്തിയവള് എന്നെ ക്യാബിനിലേക്ക് കൊണ്ടുപോയി. ഇതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞപ്പോ ഈ ബ്ലഡ് എല്ലാം എന്ത് ചെയ്തിരുന്നു, പൂർണ്ണമായി സൗഖ്യമായിരുന്നു. എന്നോട് അവര് ചോദിച്ചു, എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവ് എൻ്റെ കിടക്കയിൽ വന്ന് എന്നോട് പറഞ്ഞു, എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് എന്നെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞപ്പോ അവിടെ ഉള്ളവർ, ആൾക്കാർ കുറെ പേര് ക്രിസ്ത്യാനികളായിരുന്നു. വാസ്തവത്തില് അവരെന്നെ കണ്ട് കരഞ്ഞുപോയി. ദൈവം എത്ര നല്ലവനാണെന്ന് ജീവിതത്തിൽ രുചിച്ചറിയാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ വായിക്കുന്നുണ്ട്, 12 വർഷക്കാല രക്തസ്രാവമുള്ളതായ ഒരു സ്ത്രീ പല വൈദ്യന്മാരെയും കണ്ടു, ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതെല്ലാം വിറ്റ് ചെലവഴിച്ചിട്ട് പോലും യാതൊരു വിധമായ വിടുതലും ലഭിക്കാതെ ഇരുന്ന ഒരു സ്ത്രീ യേശു ഇരിക്കുന്നിടത്ത് വന്നു. അവളുടെ ഒരു തീരുമാനം അതായിരുന്നു, ഞാൻ വസ്ത്രം ഒന്ന് തൊടും. അവൾ വസ്ത്രം തൊട്ടു, കർത്താവിൽ ശക്തി പുറപ്പെട്ടു എന്നാണെന്ന് വായിക്കുന്നത്. അവൾ സൗഖ്യമാക്കി, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കാന്ന് കർത്താവ് പറഞ്ഞു. അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായതുപോലെ കർത്താവ് തൊട്ടവരും കർത്താവിനെ തൊട്ടവരും സൗഖ്യമായതുപോലെ ആ കിടക്കം മാറ്റിവിരിപ്പാൻ വലിയവനായ ദൈവം എനിക്ക് അവസരം ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. ദൈവം എത്ര നല്ലവനാണെന്ന് അവിടുന്ന് രുചിച്ചറിയാനായിട്ട് തുടങ്ങി. സങ്കീർത്തനത്തിലെ ഒരു വാക്യം പറയുന്നുണ്ട്, ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുക. ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. ദൈവം നല്ലവനാണ്, ദൈവം കരുണയുള്ളവനാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ദൈവം എന്നും അത്ഭുതം നമുക്ക് വേണ്ടി ചെയ്യുന്നു. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് പോയാൽ രക്ഷയില്ലല്ലോ. ഞാൻ നേരെ പോയത്, എൻ്റെ ഒരു യുക്തിവാദിയായ ഒരു അമ്മാവനുണ്ട് കൊടകില്. പൂർണ്ണ യുക്തിവാദിയല്ല, എന്നാൽ ഇസ്ലാമികമായ ചില കാര്യങ്ങൾ അദ്ദേഹം വിശ്വസിക്കുന്നില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് പോയത്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കുറച്ചു ദിവസം അവിടെ പോയപ്പോൾ അവിടെ ചുറ്റുപാടൊക്കെ ഉള്ള മുസ്ലിങ്ങളായി. അങ്ങനെ അവിടെയും പ്രശ്നമുണ്ടായി. തിരിച്ചു നാട്ടിൽ വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞ് പലയിടങ്ങളിലും കിടക്കാനൊന്നും ഇടമില്ലാതെ ബസ് സ്റ്റാൻഡിലും അതുപോലെ പലയിടങ്ങളിലും കിടക്കാനൊക്കെ ആയിട്ട് എനിക്ക് ഇടയായിട്ടുണ്ട്. ഒരു ദിവസം കിടക്കാൻ അവിടെ ഇല്ലാതെ ഇങ്ങനെ ആഹാരമില്ല. ആഹാരം എന്ന് പറയുന്നത് ഈ പൈപ്പിൽ നിന്ന് ഒഴുകി വരുന്ന ഈ വെള്ളം മാത്രമാണ്, മറ്റൊന്നും തന്നെ ഇല്ല, കുടിക്കാനായിട്ടൊന്നുമില്ല. നേരെ ഒരു ഓവുപാലത്തിന്റെ മേലെ വന്നിരുന്നു. ഇനി നടക്കാനായിട്ട് വയ്യ. നേരെ ഓവുപാലത്തിന്റെ ചോട്ടിലോട്ടം കടന്നുപോയി. അവിടെ കടന്ന് ഏകദേശം ഒരു 5 മണിയൊക്കെ ആയി കാണും. പോയത് മാത്രമേ അറിയുള്ളൂ. അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങി. രാവിലെ സൂര്യകിരണങ്ങൾ ഇങ്ങനെ മുഖത്തൊക്കെ അടിച്ചപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. കുറച്ചേരം ഇങ്ങനെ ഇരുന്ന് കുറച്ചേരം ഇങ്ങനെ കിടന്ന് എഴുന്നേറ്റ് ഇങ്ങനെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി വന്നു. നോക്കിയപ്പോ എന്നെക്കാൾ നീളമുള്ള ഒരു പാമ്പിന്റെ ഒരു വള അവിടെ കിടക്കും. ചാടി എഴുന്നേറ്റ് പുറത്തിറങ്ങി നെഞ്ചത്ത് കൈ വെച്ചിട്ട്, കർത്താവേ
ഈ പാമ്പിന്റെ സങ്കേതത്തിലായിരുന്നു ഞാൻ കിടന്നുറങ്ങിയത്. കർത്താവിനോട് പറഞ്ഞു, മോനെ, കഴിഞ്ഞ രാത്രിയില് നീ എൻ്റെ വിശാലമായ ചിറകടിയിലായിരുന്നു കഴിഞ്ഞ രാത്രി നീ കിടന്നുറങ്ങിയത്. ഞാനാണ് നിന്നെ സംരക്ഷിച്ചത്. നല്ല ഉറക്കമായിരുന്നു. അന്ന് ആ സംരക്ഷണം കിട്ടിയതുപോലെ പിന്നീട് ഇന്ന് വരെയും അതുപോലുള്ളൊരു ഉറക്കം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ദൈവത്തിന്റെ കരങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന ഓരോ വ്യക്തിയുടെ അനുഭവം എന്ന് പറയുന്നത് അത്രമാത്രം ഉന്നതമാണ്. അധികം താമസിയാതെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ലെറ്ററുമായിട്ട് വന്നു. വായിച്ച് തുറന്നു നോക്കിയപ്പോൾ അതിലെഴുതിയിരിക്കുന്നു, നിന്നെ കമ്പനി തിരിച്ചെടുത്തിരിക്കുന്നു. നഷ്ടപ്പെടുന്നത് തിരിച്ചു നൽകുന്ന ഒരു ദൈവം. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അന്ന് ആ കാത്തോലിക്ക സഹോദരൻ പറഞ്ഞു വരിക, നിന്റെ ജീവിതത്തിൽ എന്ന് മാറ്റം ഉണ്ടാകുന്നുവോ അന്ന് നിനക്ക് വീണ്ടും ഈ കമ്പനിയിൽ ജോലി ഉണ്ടാകുന്നു. ഞാനവിടെ ജോലിയിൽ പ്രവേശിച്ചു. തുടർന്ന് ചില നാളുകൾ കഴിഞ്ഞു, കർത്താവ് എന്നെ വിളിച്ചു. ഞാൻ നിന്റെ വേലക്കായിട്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിന്റെ വേലക്കായി ജോലി രാജിവെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. കാരണം അത്രമാത്രം കഷ്ടപ്പാടിലൂടെ, ദുഃഖങ്ങളിലൂടെ, ആഹാരമില്ലാതെ, വസ്ത്രമില്ലാതെ, എണ്ണ പോലും വാങ്ങാൻ കഴിയാതെ അത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ കിട്ടുന്ന സമയമൊക്കെ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാന്ന്. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വേലക്കായിട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം വിളിച്ചിട്ടും തള്ളിക്കട. അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഒരു വിരല് പോയിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഫുള്ളായിട്ട് ഒരു മെഷീനകത്ത് കയറി മുറിഞ്ഞങ്ങ് തൂങ്ങിയത്. അപ്പോ എനിക്ക് മനസ്സിലായി, ദൈവം സ്നേഹിക്കുന്നവരെ തല്ലുന്നവനാണെന്നുള്ളത്. ഇതൊരു ബാലശിക്ഷയാണെന്നുള്ള ബോധ്യം എനിക്ക് ലഭിച്ചു. അങ്ങനെ ജോലി രാജിവെച്ചു. ജോലി രാജിവെച്ച് ചില വർഷങ്ങൾ കേരളത്തിലെ ഒരു ബൈബിൾ കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ചെന്നൈയില് ഇന്ത്യൻ തിയോളജിക്കൽ സെമിനാരിയിൽ ബാച്ചിലർ ഡിഗ്രി പൂർത്തിയാക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. അവിടെ ഇരിക്കുമ്പോഴാണ് വാസ്തവത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ കർത്താവിന്റെ വേല ചെയ്യണം, സുവിശേഷ വേലയ്ക്കായിട്ട് ഒരുങ്ങണം എന്നുള്ള ആ വിളിയുണ്ടായി. അങ്ങനെ പഠനം കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിയതിന് ശേഷം റേഡിയോയിൽ കുറച്ചു കാലം പ്രസംഗിക്കാനുള്ളതായ സാഹചര്യം കിട്ടി. പിന്നീട് അവർക്ക് മറുപടി കൊടുക്കുവാനായിട്ട് ഒരു മാസിക പ്രസിദ്ധീകരിക്കാനായിട്ട് നൂറുൽ ഹയാത്ത് എന്ന് പറഞ്ഞ ഒരു മാസിക കഴിഞ്ഞ കൊറോണ കാലം വരെ അത് അങ്ങനെ മുമ്പോട്ട് പോയി. കൊറോണ കാലത്ത് കുറച്ച് ഒക്കെ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ അത് നിർത്തി. അതിനുശേഷമായിട്ട് പിന്നീട് കുറച്ചു കാലം ഇങ്ങനെ കഴിഞ്ഞപ്പോ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുകയാണ്. ദ ഡിസെപ്ഷൻ ഓഫ് അള്ളാ എന്ന് പറഞ്ഞ ഒരു പുസ്തകം. ഏകദേശം 400ഓളം പേജുള്ള ഒരു പുസ്തകമാണ്. ഏകദേശം എൻ്റെ കയ്യിൽ കിട്ടി. അത് കിട്ടി എൻ്റെ ചില കൂട്ടുകാരും കൂടെ ചേർന്ന് ഞാൻ അത് വിവർത്തനം ചെയ്തു. ആ വിവർത്തനം ചെയ്ത് അത് പ്രസിദ്ധീകരിക്കാനായിട്ട് സാമ്പത്തികമില്ലായിരുന്നു. പ്രാർത്ഥിച്ചു. അത് പ്രസിദ്ധീകരിക്കുവാൻ ഏകദേശം കർത്താവ് എനിക്ക് അവസരം തന്നു. ഏകദേശം നല്ല ഒരു പുസ്തകമാണ്. ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്നതായ ഒരു അറബി ക്രിസ്ത്യനാണ് അദ്ദേഹം. വളരെ നല്ലൊരു പുസ്തകം. അതിന്റെ പേര് മലയാളത്തില് അള്ളാഹുവിന്റെ വഞ്ചന എന്നാണ് അതിന്റെ പേര്. അത് പ്രസിദ്ധീകരിക്കുവാനൊക്കെ ഇടയായി തീർന്നു. അതിനുശേഷമായിട്ട് ഏകദേശം 15ഓളം പുസ്തകങ്ങൾ. യേശുവും ഈശയും ഒന്നല്ല, രണ്ടും രണ്ട് കഥാപാത്രമാണ്. യേശുവല്ല ഖുർആനിലെ ഈസാ നബി. ഈസാ നബി ജനിച്ചത് ലേവിയ ഗോത്രത്തിലാണ്. യേശു കർത്താവ് ജനിച്ചത് യഹൂദ ഗോത്രത്തിലാണ് എന്നെല്ലാം ഉള്ള ബോധ്യം. പിന്നെ അമ്മ, അതുപോലെ പിന്നെ സ്ത്രീ ഇസ്ലാമിലും ക്രൈസ്തവ വിശ്വാസത്തിലും എന്ന് പറഞ്ഞൊരു പുസ്തകം. പിന്നെ ആരാണ് സത്യം, ഏതാണ് സത്യം. അതുപോലെ തന്നെ ഖുർആന്റെ സാക്ഷി യേശു ദൈവമാകുന്നു എന്നുള്ള ഒരു പുസ്തകം. പിന്നെ മനുഷ്യന്റെ തമ്പിയുടെ ഹൃദയം നമ്മൾ അഡ്രസ്സ് വെച്ചുകൊണ്ട് തന്നെ പ്രസിദ്ധീകരിക്കാനായിട്ട് ഇടയായി. പിന്നെ അൽമസീസ പരിശുദ്ധൻ എന്ന് പറഞ്ഞ മറ്റൊരു പുസ്തകം.
പിന്നെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു കറസ്പോണ്ടൻസ് കോഴ്സായിട്ട് ഏകദേശം 10 പുസ്തകങ്ങൾ, ക്രൈസ്തവ വിശ്വാസം പരമോന്നതം, ഇസ്ലാമിക ദർശനം ക്രൈസ്തവ വീക്ഷണത്തിൽ, ക്രൈസ്തവർ എന്തുകൊണ്ട് പരിശുദ്ധ തൃത്വത്തിൽ വിശ്വസിക്കുന്നു, യേശുവിന്റെ കുരിശ് മരണം, അബ്രഹാം യാഗം കഴിക്കാൻ പോയത് ഇസ്ഹാക്കിനെയാണോ ഇസ്മായിലിനെയാണോ, ക്രിസ്തീയ വിവാഹം എന്നാൽ എന്താണ്, ഞാൻ എന്തുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, യേശുവിന്റെ സവിശേഷതകൾ 1-ാം ഭാഗം 2-ാം ഭാഗം, പ്രവാചകന്മാരെക്കാൾ ഉന്നതൻ എന്ന ഏകദേശം 15ഓളം പുസ്തകങ്ങള് പിന്നെ പ്രസിദ്ധീകരിച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്യുവാനൊക്കെ ഇവിടെയായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ പോകുന്നു. അൽനൂർ അപ്പോളജറ്റിക് മിനിസ്ട്രി എന്ന പേരിൽ ഞങ്ങള് പ്രവർത്തനം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം നല്ലവനാണെന്നുള്ളതായ അറിവ് എനിക്ക് ലഭിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് രക്ഷ, വേറെ ഒരുവനിൽ രക്ഷയില്ല എന്നുള്ള ബോധ്യം എനിക്ക് ലഭിച്ചതിന്റെ പേരിലാണ് പ്രകാരം പ്രവർത്തിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയത്. വൈഫ് പ്രൈവറ്റില് വർക്ക് ചെയ്യുന്നു. മോനുണ്ട്. മോന് നഴ്സിംഗ് സെക്കൻഡ് ഇയർ കഴിഞ്ഞ് 3-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ്. അവന് എന്നാലും മാർക്കുള്ളത് കൊണ്ട് അവിടെ അഡ്മിഷൻ ലഭിച്ചു. ഞങ്ങൾ കുടുംബമായിട്ട് സന്തോഷമായിട്ട് മുമ്പോട്ട് പോകുന്നു. ഞങ്ങൾക്ക് വേണ്ടി, മിനിസ്ട്രിക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരം അവസരം തന്നതായ ക്രൈസ്റ്റ് ബ്ലസ് TV ചാനലിനും പ്രിയ ദേവദാസനും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.